കൊല്ലത്തേക്കാണ് പോകുന്നത്. കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ദിലീപ് ദേവസ്യമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, സാജൻ 1 മാസം മുമ്പാണ് കുവൈറ്റിലേക്ക് പോയത്. ഇന്നിപ്പോൾ ചേതനയേറ്റ ശരീരം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകൾ? എപ്പോഴായിരിക്കും? സ്തുതി, അതുല്യ, ഇന്ന് 2 പേരുടെ സംസ്കാരമാണ് കൊല്ലത്ത് നടക്കുന്നത്. സാജന്റെയും വെളിച്ചിക്കാവല സ്വദേശിയായ ലൂക്കോസിന്റെയും മൃതദേഹങ്ങൾ ഇന്നാണ് സംസ്കരിക്കുന്നത്. ഇന്നലെ ഈ ഇരുവരുടെയും മൃതദേഹം നാട്ടിലെത്തിച്ചിരുന്നു. ജില്ലാ അതിർത്തിയിൽ നിന്ന് തന്നെ ജില്ലാ ഭരണകൂടം അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. പിന്തുടർന്ന് സാജന്റെ മൃതദേഹം സംസ്കരിക്കുന്ന ഇന്നത്തേക്ക് മാറ്റിയത് സാജന്റെ സഹോദരി ഓസ്ട്രേലിയയിലായിരുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് എത്തിയത്. തുടർന്ന് ഇന്ന് രാവിലെ 8 മണിയോടുകൂടെ മൃതദേഹം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് ശുശ്രൂഷകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടെ സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ മൃതദേഹവും കൊട്ടിയത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണുള്ളത്. അതും രാവിലെ 8 മണിയോടുകൂടെ തന്നെ വീട്ടിലേക്ക് എത്തിക്കും. പിന്നീട് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം 12 മണിയോടെ സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വലിയ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ്. സാജൻ ഈ വിദേശത്തേക്ക് കുവൈത്തിലേക്ക് പോയിട്ട് 1.5 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഈ 1.5 മാസത്തിനിടയിൽ ആദ്യത്തെ മാസത്തെ ശമ്പളം കഴിഞ്ഞ 5-ാം തീയതി സ്വന്തം പിതാവായ ജോർജിന് അയച്ചു കൊടുക്കുകയും ആ ശമ്പളം വാങ്ങിയ ഒരു സന്തോഷത്തിൽ കൂടിയായിരുന്നു സാജൻ തൊട്ടു മുമ്പ് ഇവിടെ അടൂർ ഒരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ കുവൈറ്റിലേക്ക് പോയത്. സഹോദരി ഓസ്ട്രേലിയയിലാണ്. അവരും ഈ നാട്ടിലെത്തിയിരുന്നു. അവരോടൊപ്പം കുറച്ച് ദിവസങ്ങൾ 5 ദിവസങ്ങൾ, അതായത് സഹോദരി ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നു എന്നറിഞ്ഞ 5 ദിവസം കൂടെ ഡേറ്റ് നീട്ടുകയും അതിനുശേഷമാണ് സാജൻ കുവൈറ്റിലേക്ക് മടങ്ങുകയും ചെയ്തത്. പിന്നീടാണ് ഈ ശമ്പളമൊക്കെ വന്ന ഒരു 7-ാം ദിവസമാണ് ഇപ്പോൾ ഈ മരണവിവരം ഈ കുടുംബം അറിയുന്നത്. അങ്ങനെ വലിയൊരു സങ്കടത്തിലാണ് ഈ നാടും എല്ലാം തന്നെ ഉള്ളത്. ഒരു വലിയ കുടുംബമാണ്. അവരുടെ മലയോര മേഖലയിലുള്ള ഒരു കർഷക കുടുംബമാണ്. അവിടെ വ്യാപിച്ചു കിടക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു ആൺതരിയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവർക്ക് താങ്ങാൻ കഴിയാവുന്നതിനപ്പുറം ഈ സാജൻ എന്ന് പറയുന്ന വ്യക്തി കോളേജിൽ അധ്യാപകനായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധങ്ങൾ, അതല്ലാതെ സൗഹൃദങ്ങൾ, അങ്ങനെയൊക്കെ ഈ അടുത്ത വരവിന് വിവാഹം നടത്തണമെന്നായിരുന്നു വീട്ടുകാരുടെ ഒരു തീരുമാനം. അങ്ങനെയെല്ലാം ഉള്ള ഒരു സമയത്ത് വലിയൊരു ദുരന്ത വാർത്ത ഈ വീട്ടിലേക്ക് എത്തുന്നു. അവരെല്ലാവരും തന്നെ എല്ലാ ദിവസവും അപ്പച്ചനെയും അമ്മച്ചിയും അതുപോലെ തന്നെ സഹോദരിയും ഫോണിൽ വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതെല്ലാം വലിയൊരു നഷ്ടം പുനലൂർ നരിക്കൽ ഭാഗത്ത് ഇന്നുണ്ട്. അത് എങ്ങനെ അവിടെ ഈ മൃതദേഹം സ്വീകരിക്കും, അല്ലെങ്കിൽ എങ്ങനെ അവരെ യാത്ര അയക്കുമെന്നുള്ള ഇനി വരും നിമിഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. അതായത് അത്രമേൽ ദുഃഖമായിരിക്കാം നാടിനുണ്ട്. രണ്ടാമത് ആദിച്ചനല്ലൂർ വെളിച്ചിക്കാല സ്വദേശിയായ ലൂക്കോസിൻ്റെ മൃതദേഹമാണ് സംസ്കാരത്തിന് ഇന്ന് കൊട്ടിയത്ത് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരിക. ലൂക്കോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൂക്കോസിന് 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികളിൽ ഉന്നത വിജയം വാങ്ങിയ കുട്ടിക്ക് ഒരു മൊബൈൽ ഫോണെല്ലാം വാങ്ങി സമ്മാനം വാങ്ങി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കുടുംബം വീട് സ്വന്തമാക്കി, കാറ് സ്വന്തമാക്കി, അങ്ങനെയെല്ലാം ഒരു കുടുംബവുമായി ഏറ്റവും അടുത്ത് കഴിയുന്ന ഫാമിലിയിലെ അംഗമാണ് ലൂക്കോസിൻ്റെ മൃതദേഹം സംസ്കാരം ഇന്നത്തേക്ക് മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ കൊല്ലത്തേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് സംസ്കാരം ഇന്ന് മാറ്റിയതാണ്. ഇന്ന് 12 മണിയോടെ 8 മണിയോടെ വീട്ടിലെത്തിക്കുന്നു. 12 മണിയോടെ സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചത്. പൊതുദർശനമെല്ലാം ഉണ്ട്. ഈ മക്കൾക്ക് മൊബൈൽ ഫോണും വാങ്ങി വരുന്നു എന്ന് പറഞ്ഞൊരു സർപ്രൈസ് ഗിഫ്റ്റാണെന്നാണ് ഭാര്യയോട് പറഞ്ഞിരുന്നത്. ആ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുവാനോ, അല്ലെങ്കിൽ ഒരു ഫാമിലി അറ്റാച്ച്ഡ് മാനാണ് അദ്ദേഹം. ഒരു കുടുംബവും കുട്ടികളുമായിട്ട് കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാപിതാക്കളുണ്ട്. അവരുമായിട്ടൊക്കെ കുടുംബത്തോടൊപ്പം സ്നേഹത്തോടെ കഴിയുന്നു. ഇവരെല്ലാവരെയും ഈ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രവാസികൾ ഏറ്റവും ദുഃഖാർദ്രമായ നിമിഷങ്ങളിലൂടെ തന്നെയാണ് ആ കുടുംബങ്ങളൊപ്പം മലയാളക്കരയാകെ നിൽക്കുന്നത്. അവർക്കൊപ്പം നിൽക്കുകയാണ് നമ്മളെല്ലാവരും. 4 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. പത്തനംതിട്ട സ്വദേശി ആകാശ് ശശിധരൻ, കൊല്ലം സ്വദേശികളായ സാജൻ ജോർജ്, ലൂക്കോസ്, കണ്ണൂർ സ്വദേശി അനീഷ് കുമാർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക. 12 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്നലെ സംസ്കരിച്ചത്. 14 മലയാളികളാണ് നിലവിൽ കുവൈറ്റിൽ ചികിത്സയിലുള്ളത്. അർജുൻ കല്യാടും ഒപ്പം ദിലീപ് ദേവസ്യയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.